എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഭക്തിയുടെ പേരിൽ ആളുകളെ പഴയ കാലത്തിലേക്ക് നയിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഭക്തരായിട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ സ്വമേധയാ അവർ ഭക്തിയോടെ എഴുതി അയച്ചു തരുന്നതാണ്. ഞാൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുകയാണെങ്കിലാണ് നമുക്ക് ആ രീതിയിലൊക്കെ പറയാൻ പറ്റുക അല്ലേ. അപ്പം ഒരുപാട് ഭക്തർക്ക് ആശ്രയമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള ഭക്തർ എന്താണ് കരഞ്ഞുകൊണ്ടൊക്കെയാണ് പലരും അനുഭവങ്ങൾ എഴുതുന്നതും വായിക്കുന്നതൊക്കെ. ജീവിതത്തിൽ ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവുമ്പോഴേ നമ്മൾ ശക്തികൾ പല ശക്തി പ്രകൃതിയിൽ ശക്തിയുണ്ട് എന്നുള്ള നമ്മളറിയാത്ത ഒരു ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചാനലിൽ പറയാറുള്ളത്. അപ്പോൾ അതിൽ എതിർപ്പുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് ചാനലുകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. അഭിപ്രായം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷേ നമ്മുടെ ചാനലിൽ വരുന്ന അനുഭവങ്ങളൊക്കെ ഓരോ ഭക്തരായിട്ട് നമുക്ക് പല സമയങ്ങളിലായിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ്. അവരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി സമയത്ത് ഭഗവാനായിട്ട് കൂടുതൽ അടുക്കുന്നതും ഭഗവാനിൽ നിന്നുള്ള നേരിട്ടുള്ള എന്താണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ നേരിട്ട് നമ്മൾ സീരിയലിലൊന്നും കാണുന്ന മാതിരി വേഷത്തിൽ വരുമെന്നല്ല ചെയ്യുക. പല രൂപത്തിൽ പല ഭാവത്തിൽ, ചിലപ്പോൾ ഡോക്ടർമാരുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഡ്രൈവർമാരുടെ രൂപത്തിലായിരിക്കാം, ചില വക്കീലന്മാരുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിലായിരിക്കാം. ഒരു കൈത്താങ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ശക്തിയെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. നമുക്ക് വരുന്ന അനുഭവങ്ങൾ മുഴുവനായിട്ടും അങ്ങനെയുള്ളത് തന്നെയാണ്. അതൊക്കെയാണ് നമ്മൾ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഭക്തിയുള്ള ആളുകളും ഭക്തിയായിട്ട് ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും മറ്റ് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും ഒക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവരൊക്കെ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും കാണാം. താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ. അപ്പം വേറെ ഒന്നും പറയാനില്ല. ഇത് ഈ കാര്യം നിങ്ങളോടൊന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് നമ്മൾക്ക് അനുഭവങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതല്ല എന്ന് ഈ അയച്ചു തരുന്ന ഓരോരുത്തർക്കും അറിയാം. ഒരുപാട് അനുഭവങ്ങൾ അയച്ചു തന്നത് ഇപ്പോഴും പറയാൻ ബാക്കി കിടക്കുന്നുണ്ട്. അത്രയും അനുഭവങ്ങളാണ് എൻ്റെ കയ്യിലേക്ക് ദിവസവും ഓരോരുത്തരായിട്ട് അയച്ചു തരുന്നത്. അപ്പം എന്നിട്ടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദിവസവും 2 3 പറഞ്ഞാലും തീരാത്ത അത്ര അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇനിയും അനുഭവങ്ങൾ അയക്കുക. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ.